إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി സ്വർഗ്ഗാവകാശിയായി കണ്ണടക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഇങ്ങനെ വിവരിക്കുന്നത് കാണാം. അദ്ദേഹം പറയുകയാണ്, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. ആ സന്ദർഭത്തിൽ ഫജാഅഹു റജുലു മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും ഉത്തമനായ വിശ്വാസി ആരാണ് എന്നതാണ് ചോദ്യം.
സ്വഹാബികളുടെയും നമ്മുടെയൊക്കെ വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവർ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വരുന്നത് അവരുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളല്ല, മറിച്ച് അവർക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുന്ന, പടച്ചവന്റെ അടുപ്പം ലഭിക്കുന്ന അത്തരം പാരത്രികമായ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചോദിക്കുന്നതും അന്വേഷിക്കുന്നതുമെല്ലാം നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട നമുക്ക് ഐഹിക ജീവിതത്തിൽ ലാഭം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും ചോദിക്കുക. ഒരുപക്ഷെ ഒരു പണ്ഡിതനാണ് പോലും ചോദിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അധികവും നമ്മുടെ ദുനിയാവിന് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്ന അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, കച്ചവടത്തിൻ്റെ വിഷയം, അതിനെക്കുറിച്ചുള്ള മതവിധി ചിലപ്പോൾ ഒരു പണ്ഡിതനോട് നമ്മൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? അതെനിക്ക് അനുവദനീയമായി കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ ഈ കച്ചവടത്തിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ പ്രീതിയും നേടി പ്രതിഫലം പരലോകത്ത് നേടിയെടുക്കണം എന്ന ആഗ്രഹത്തിലല്ല പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. ദുനിയാവിൽ ഇതുകൊണ്ട് ലാഭം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ സ്വഹാബാക്കളുടെ ഇത്തരം സംഭവങ്ങൾ പരിശോധിച്ചാൽ അവർ ചോദിക്കുന്നതെല്ലാം അവരുടെ പരലോകത്തേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടായി മാറുന്ന സംശയങ്ങളാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ചോദിച്ചത് എന്താണ്? അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ് എന്നതാണ്. എന്തിനാണ് ഇത് ചോദിക്കുന്നത്? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഉത്തരമായി പറയുന്ന കാര്യം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു രസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പോയിട്ട് എനിക്ക് ഇന്നത് കിട്ടി എന്ന് ആളാവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി അഹ്സനുഹും ഖുലുഖ എന്നാണ്. ഏറ്റവും നല്ല ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ്? അവൻ ധാരാളമായും ആരാധനകളിൽ മുഴുകി കർമ്മനിരതനായി ആ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന വ്യക്തിയാണ് എന്നല്ല അവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവമുള്ളവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്നാണ്. വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം വളരെ സൗമ്യമായി മാന്യമായി പെരുമാറുന്ന അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, അതിനേക്കാളും മനോഹരമായ ചിന്തനീയമായ ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റസൂലെ, ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി ആരാണ് എന്നാണ് അടുത്തതായി ചോദിക്കുന്നത്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അക്തറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളാരാണ്? ഏറ്റവും അധികമായി മരണത്തെ കുറിച്ച് ഓർക്കുന്ന ആളുകളാണ് എന്നാണ്. കേവലം ഓർത്താൽ മാത്രം പോരാ, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൃത്യമായി ദുനിയാവിൽ കിട്ടുന്ന അവസരത്തിൽ കർമ്മനിരതനായി പണിയെടുത്ത് ആ നിലക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാണ്. കൃത്യമായ ഒരു തയ്യാറെടുപ്പോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ്. ഉലൈക ഹുമുൽ അക്യാസ്, അങ്ങനെയുള്ള ആളുകളാണ് നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബുദ്ധിയുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ മറ്റൊന്നും പറയാതെ കൂടുതലായി മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം നമുക്കറിയാം. നമ്മൾ അള്ളാഹുവിനെ മറന്ന്, ദീനിനെ മറന്ന്, പരലോക ജീവിതവും മറന്ന്, ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, മരിക്കുമെന്ന ബോധമില്ലാതെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിൻ്റെ സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ദുനിയാവിൻ്റെ വളരെ നൈമിഷികമായ സുഖങ്ങളുടെ പിറകിൽ പോയി
പ്രത്യക്ഷത്തിൽ കാണുന്ന ബാഹ്യമായ പളപളപ്പുകളും സുഖാസ്വാദനങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അള്ളാഹു പറഞ്ഞു, അവർ ഐഹിക ജീവിതത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടു മനസ്സിലാക്കുന്നത്, പരലോകത്തിന്റെ കാര്യത്തിൽ അവർ വലിയ അശ്രദ്ധരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാം. അപ്പോൾ ഈ ദുനിയാവിന്റെ സുഖങ്ങളുടെ പേരിലാണ് നമ്മൾ അള്ളാഹുവിനെ മറന്നു കഴിയുന്നത്. എന്നാൽ മരണചിന്ത അധികരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ മരിക്കും, ഞാൻ ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് പടിയിറങ്ങി പോകും, അന്നത്തോടുകൂടി എൻ്റെ എല്ലാം തീരും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവിനോടുള്ള അവൻ്റെ താല്പര്യം കുറഞ്ഞു കിട്ടും. മരണചിന്ത അധികരിക്കും തോറും ദുനിയാവിനോടുള്ള നമ്മുടെ അടങ്ങാത്ത മോഹമെല്ലാം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നത്, എത്ര നിസ്സാരമാണ് ഈ ജീവിതം. ഇന്നലെ വരെ എൻ്റെ കൂടെ എൻ്റെ തോളിൽ കൈയിട്ട് കൂടെ നടന്നവനാണ്, ഇന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവൻ പോയി. ഇത്രയല്ലേ ഉള്ളൂ ദുനിയാവ് എന്നൊക്കെ നമ്മൾ അവിടെ പറയാറുണ്ട്. ആ മരണ വാർത്ത കേൾക്കുമ്പോഴാണ്, മരണത്തെക്കുറിച്ചുള്ള ബോധം വരുമ്പോഴാണ് ദുനിയാവിൻ്റെ നിസ്സാരതയെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് മരണചിന്ത അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ ഒരു സംഭവം ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് യാത്ര ചോദിക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കത്തോടുകൂടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കേവലം 3-4 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ടാണ് റമളാൻ നമ്മിലേക്ക് എത്തിയത്. ഇനി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. നിർബന്ധിപ്പിച്ച് പോകല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. എന്തായാലും റമളാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊന്ന് ഒരു സങ്കല്പനം നടത്തി നോക്കണം. നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യം ഇതാണ്: റമളാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് സംസാരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, എൻ്റെ ഇന്ന അടിമ, മേൽപ്പറമ്പെന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള എൻ്റെ ഇന്ന അടിമ നിന്നെ എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ സൽക്കരിച്ചു എന്ന് റമളാനിനോട് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഓരോരുത്തരെ കുറിച്ച് റമളാൻ പറയാം? പടച്ചവനെ, ഇന്ന ഒരു വ്യക്തി, മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ന സഹോദരൻ, അവനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൻ എന്നെ സ്വീകരിച്ചു, വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ അർത്ഥത്തിലും എന്നെ പരിഗണിച്ചുകൊണ്ടാണ് അവൻ എന്നെ യാത്ര അയച്ചത് എന്ന് റമളാൻ പറയുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ എന്നെക്കുറിച്ച് എൻ്റെ റമളാൻ അങ്ങനെ നല്ലതേ പറയുകയുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ നിലയ്ക്ക് ഈ റമളാനിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് റമളാനിനെ ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ കാര്യമാണ്. അതേ അവസരത്തിൽ റമളാൻ പറയുകയാണ്, പടച്ചോനെ, ഇന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ഞാൻ പോയപ്പോൾ തുടക്കത്തിൽ നല്ല ആവേശത്തിൽ അവൻ എന്നെ സ്വീകരിച്ചു, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും അവൻ എന്നെ അവഗണിക്കാൻ തുടങ്ങി, എന്നെ പരിഗണിക്കാതിരിക്കാൻ തുടങ്ങി, അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സ്ഥലത്തു നിന്നും എന്നെ ആട്ടിപ്പായിക്കാൻ തുടങ്ങി. റബ്ബേ, അങ്ങനെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴേക്കും പരിപൂർണമായ അർത്ഥത്തിൽ അവൻ എന്നോട് സലാം പറഞ്ഞ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവൻ എന്നെ പുറത്താക്കി എന്ന് റമളാൻ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിൽ 160-ാമത്തെ ഒരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്,
മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. അല്ലാഹു പറയുകയാണ്, ഒരുവൻ ഒരു നന്മയുമായിട്ട് ആ നന്മയെ അവൻ കൊണ്ടുവന്നാൽ ഫലഹു അശ്റു അംസാലിഹ, അതിനക്ക് 10 ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും. ഒരാൾ ഒരു ഒറ്റ നന്മ കൊണ്ടുവന്നാൽ അള്ളാഹു 10 ഇരട്ടി പ്രതിഫലം അവനക്ക് രേഖപ്പെടുത്തും. എന്നാൽ വമൻ ജാഅ ബിസ്സയ്യിഅ, വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, ആ തിന്മക്ക് തത്തുല്യമായ ഒരു പ്രതിഫലം മാത്രമേ, ഒരൊറ്റ പ്രതിഫലം മാത്രമേ അള്ളാഹു അവൻക്ക് രേഖപ്പെടുത്തുകയുള്ളൂ എന്നാണ്. വഹും ലാ യുദ്ലമൂൻ, അവരോട് യാതൊരു അക്രമവും അള്ളാഹു കാണിക്കുകയില്ല, ഒരു അനീതിയും റബ്ബ് അവരോട് ചെയ്യുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ വിശുദ്ധ വചനത്തിൽ വളരെ സുപ്രധാനമായ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശാലമായ തൻ്റെ അടിമകളോടുള്ള കാരുണ്യമാണ് ഈ ആയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. കാരണം ഒരൊറ്റ നന്മ ചെയ്താൽ ആ നന്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതേ അവസരത്തിൽ ഒരു തെറ്റാണെങ്കിലോ അതേപോലെ ആ തെറ്റിന് 10 ഇരട്ടി കുറ്റമല്ല കൊടുക്കുന്നത്. ഒരൊറ്റ തിന്മ മാത്രമേ, അതിനുള്ള പ്രതിഫലം മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മോട് റഹ്മാനായ റബ്ബ് കാരുണ്യമുള്ളവനാണ് എന്നതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റബ്ബക്കും അസ്സ വജല്ല റഹീം, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് കരുണാവാരിധിയാകുന്നു. മൻ ഹമ്മ ബിഹസന, വല്ലവനും ഒരു നന്മ ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു, അവനത് ചെയ്തിട്ടില്ല, ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. ഫലം യഅമൽഹ കുതിബത് ലഹു ഹസന, അവൻ ആഗ്രഹിച്ചാൽ തന്നെ അവൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. കാരണം വല്ല ന്യായമായ തടസ്സത്തിന്റെ പേരിലായിരിക്കും അവനക്കത് ചെയ്യാൻ പറ്റാതെ പോയത് എന്നതുകൊണ്ട് അതിനുള്ള ഒരു പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ആഗ്രഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അള്ളാഹു പ്രതിഫലം കൊടുക്കാതിരിക്കില്ല എന്നാണ്. എന്നാൽ ഫൈൻ അമിലഹ, അവനത് പ്രവർത്തിക്കുക കൂടി ചെയ്താലോ, കുതിബത് ലഹു അശ്റൻ ഇലാ 700, അള്ളാഹു അതിന് 10 ഇരട്ടിയായി കൊടുക്കും. ചിലപ്പോൾ 700ഓളം പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് നൽകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വമൻ ഹമ്മ ബിസയ്യിഅ, എന്നാൽ വല്ലവനും ഒരു തെറ്റ് ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു, ഫലം യഅമൽഹ, അവനത് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാൻ മനസ്സിലിങ്ങനെ ആഗ്രഹം വന്നു, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം വന്നു, പേടിയുണ്ടായി. അവൻ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് അവൻ മാറി നിൽക്കുകയാണെങ്കിൽ കുതിബത് ലഹു ഹസന, അവൻക്ക് അതിൻ്റെ പേരിൽ, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് മാറി നിന്നു എന്നതിൻ്റെ പേരിൽ ഒരു നന്മ രേഖപ്പെടുത്തുമെന്നാണ്. ഫൈൻ അമിലഹ, ഇനി അവന് ചെയ്താലോ, ആ തെറ്റ് പ്രവർത്തിച്ചാലോ, കുതിബത് ലഹു വാഹിദ, ഒരൊറ്റ കുറ്റമാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത് എന്നാണ്. ഔ യംഹൂഹ, ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യന്റെ സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവൻ ചെയ്ത മറ്റേതെങ്കിലും വലിയ നന്മ പരിഗണിച്ചിട്ട് അള്ളാഹു അതിനെ മായ്ച്ചു കളയുമെന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വലാ യഹ്ലികു അലല്ലാഹി ഇല്ലാ ഹാലിക്, ഇത്രയും വമ്പിച്ച ഓഫർ, ഇത്രയും വിശാലമായ അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാതെ ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താത്തവൻ അവൻ വലിയ നാശമടഞ്ഞവൻ തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. അയാൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ്
ഏറ്റവും ഒടുക്കത്തെ മനുഷ്യനായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ മനുഷ്യർക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നിട്ട് സ്വർഗത്തിൽ നോക്കുമ്പോൾ മൊത്തം നിറഞ്ഞതായിട്ട് ആ മനുഷ്യനക്ക് തോന്നും. അള്ളാഹുവിനോട് പറയും, റബ്ബേ സ്വർഗം മൊത്തം നിറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോവുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹാ, തീർച്ചയായും നിനക്ക് ദുനിയാവിന്റെ അത്രയുമല്ല, അതിന്റെ 10 ഇരട്ടിയായി നിനക്ക് സ്വർഗത്തിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുമെന്നാണ്. ഏറ്റവും ലാസ്റ്റ് പോകുന്ന മനുഷ്യർക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടുന്നതാണ് ഒരു മനുഷ്യർക്ക് ദുനിയാവിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ദുനിയാവിന്റെ സർവ്വ സുഖങ്ങൾ കിട്ടിയാലും അതിനേക്കാളും അവൻക്ക് ഖൈറായത്, ഉത്തമമായത് സ്വർഗത്തിൽ അവൻക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ഒരു മീറ്ററോളം വരുന്ന ആ ഒരു സ്ഥലമാണ്, ഇടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രമാത്രം കാരുണ്യമാണ് സഹോദരന്മാരെ നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നന്ദി കെട്ടവരായി ജീവിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ഗൗരവത്തിലുള്ള ഒരു തിരിച്ചറിവും അതിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റവുമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. രണ്ടാമതായും ഈ ഒരു നേരത്തെ ഓതി വെച്ച ആയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ ഒരു സവിശേഷതയാണ്, അല്ലാഹു നമ്മുടെ തിന്മകളെക്കാളും കൂടുതൽ പരിഗണിക്കുന്നത്, മുൻതൂക്കം നൽകുന്നത് നമ്മുടെ നന്മകൾക്കാണ്. നന്മകൾ തൻ്റെ അടിമകൾ ചെയ്യുമ്പോൾ അത് ചെറുതല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ, അതിന് മാത്രം ഇപ്പൊ പ്രതിഫലം കൊടുക്കണ എന്ന് അള്ളാഹു ചിന്തിക്കുന്നില്ല എന്നാണ്. മറിച്ച് ചെറിയ ഒരു നന്മയാണ് അടിമ ചെയ്തതെങ്കിൽ പോലും അതിനെ വലിയ രൂപത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു പർവ്വത സമാനമായിട്ടാണ് അള്ളാഹു അതിനെ കബൂൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ടാണ് ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയും ഒരു തിന്മ ചെയ്താൽ ഒരൊറ്റ കുറ്റമേ രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുന്നത്. സ്വതക്കയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്കയോളം സ്വതക്ക കൊടുത്താൽ പോലും, അത്രയേ കൊടുത്തിട്ടുള്ളൂ. ഒരു കാരക്കയ്ക്ക് എത്ര പൈസ ചെലവുണ്ട്, എത്ര ലാവിഷായിട്ട് നമ്മൾ തീർക്കുന്ന സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാരക്കയുടെ അത്രയെങ്കിലും ഒരാൾ ചെലവഴിച്ചാൽ, സ്വതക്കയായിട്ട് കൊടുത്താൽ അള്ളാഹു അതിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. എന്നിട്ട് പറഞ്ഞു, കമാ യുറബ്ബി അഹദുകും ഫലുവഹു ഹത്താ തകൂന മിത്ലൽ ജബൽ, നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ ഇങ്ങനെ വളർത്തിയെടുക്കും പോലെ അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും. അവസാനം ഒരു പർവ്വത സമാനമായ രൂപത്തിൽ, അത്രയും വലിയ തോതിൽ അള്ളാഹു അതിനെ പരിഗണിച്ചവനക്ക് പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത. തിന്മകളെ അള്ളാഹു വലിയ രൂപത്തിൽ കാണുന്നു, നന്മകളെ വലിയ രൂപത്തിൽ കാണുന്നു. എന്നാൽ തിന്മകളെ സംബന്ധിച്ചിടത്തോളം അതിനെ പരമാവധി ഒതുക്കുക എന്നതാണ് അള്ളാഹു സ്വീകരിച്ച ഒരു ശൈലി. അതിനെ വലിയ രൂപത്തിൽ ഇങ്ങനെ തിന്മയെ ഇങ്ങനെ പർവ്വതീകരിക്കുന്ന ഒരു രൂപമല്ല അള്ളാഹു എടുത്തിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ ഒന്നും തന്നെ നീ നിസ്സാരമാക്കാൻ പാടില്ല. വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തൽഖിൻ, ഒരു പുഞ്ചിരി തൂകുന്ന ഒരു മുഖവുമായിട്ട് നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും അതിപ്പോ ഇത്രല്ലേ ഉള്ളൂ എന്ന് കരുതണ്ട എന്നാണ്. അതിന് പോലും വലിയ പ്രതിഫലമാണ് നിന്റെ റബ്ബ് നൽകിയിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്മാരെ നമ്മുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഒരു മനുഷ്യൻ നമുക്ക് 10-100ഓളം നന്മകൾ ചെയ്തു എന്ന് വിചാരിക്കാം. കുറേ കാലം നമുക്ക് വേണ്ടി നമ്മുടെ പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിയിട്ട് ശാരീരികവും സാമ്പത്തികവുമായി നമുക്ക് പല നന്മകളും ചെയ്തു തന്നു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ വാക്കിൽ നിന്ന്, അവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അനിഷ്ടം തോന്നുന്ന, നമുക്ക് അത്ര കണ്ട് രസം തോന്നാത്ത വല്ല പദവും പുറത്തേക്ക് വന്നാൽ ആ ഒരൊറ്റ അവന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയുടെ പേരിൽ അതിനെ തൂങ്ങിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവൻ ചെയ്തു കൂട്ടിയ മറ്റുള്ള എല്ലാ നന്മകളെയും കണ്ടില്ലെന്ന് നടിക്കുന്ന നന്ദി കെട്ട സ്വഭാവമാണ് നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്.
ഒരു തിന്മ കിട്ടിയാൽ ഒരു പെരുന്നാള് പോലെ അതിനെ ആഘോഷിക്കാണ് ചില മനുഷ്യന്മാർ. ഒരു മനുഷ്യന്റെ, ഒരു സാധുവായ ഒരു മനുഷ്യന്റെ ഒരു തിന്മ കിട്ടിയാൽ, ഒരു കുറവ് കിട്ടിയാൽ അതിനെ അടിച്ചു പൊളിക്കുന്ന, അതിനെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ 100 കൂട്ടം അപ്പുറത്ത് അവന്റെ നന്മകൾ ഉണ്ടാവും, അതിനെ എടുത്തു പറയൂല, അതിനെക്കുറിച്ച് ഒരു പ്രശംസ പോലും നടത്തുകയില്ല. അതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും അത്തരം ആളുകളിൽ നിന്നുണ്ടാവുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ തിരിച്ചാണ് എന്നാണ്. നന്മകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു, അതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു, തിന്മകളെ പരമാവധി ഒതുക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനെ പോലെ ആകണം സഹോദരന്മാരെ. അതാണ് ഈ ആയത്തിൽ രണ്ടാമതായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റമല്ലേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്ന് കരുതിയിട്ട് ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട്, ഒരു അവസരമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല. കാരണം നമ്മൾ നിസ്സാരമാണ് എന്ന് കരുതി, ഇങ്ങനെ ചെറുതാണെന്ന് കരുതി ചെയ്യുന്ന തെറ്റുകളായിരിക്കും കുറെ ഒരുമിച്ച് സംഗമിക്കുമ്പോൾ വലിയ തോതിൽ നമുക്ക് പരലോകം തന്നെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പാപങ്ങളായിട്ട് പരലോകത്തേക്ക് കടന്നു വരാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം തിന്മകളെ നിസ്സാരമായി കാണണം എന്നല്ല. മറിച്ച് തെറ്റുകൾ വന്നാൽ തന്നെ നിരാശപ്പെട്ട് എനിക്ക് റബ്ബ് പുറത്തു തരൂല എന്ന് കരുതി ആ തിന്മയെയും തൂങ്ങിപ്പിടിച്ച് വീണ്ടും നന്മകളൊന്നും ചെയ്യാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ബേജാറായിട്ട് നിൽക്കേണ്ടതില്ല. മറിച്ച് വലിയ പ്രതീക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ഒരു കുറ്റവാളിയായ, എല്ലാ തോന്നിവാസം ചെയ്ത ഒരു മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണിത്. ആ രൂപത്തിൽ തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഹാദിഹി അർജ ആയ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഉള്ള മൊത്തം ആയത്തുകൾ പരിശോധിച്ചാൽ ഒരു മനുഷ്യനിക്ക്, ഒരു കുറ്റവാളിക്ക് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന വചനമാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച അടിമകളോട് പറയുക നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ പാടില്ല. എത്ര ധിക്കാരിയായ മനുഷ്യനാണെങ്കിലും അവനക്ക് മാറ്റത്തിന് സാധ്യമാണ്. അള്ളാഹു എനിക്കെല്ലാം പുറത്തു തരും എന്ന വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇത്തരം വചനങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ആയത്തിലുള്ള 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. മൂന്നാമതായും ആ ആയത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ച പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? മൻ ജാഅ ബിൽ ഹസനത്തി എന്നാണ്. വല്ലവനും ഒരു നന്മ പ്രവർത്തിച്ചാൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് കൊണ്ടുവന്നാൽ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വമൻ ജാഅ ബിസ്സയ്യിഅഹ്, വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാൽ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് എന്നതാണ്. എന്താണ് ഈ കൊണ്ടുവന്നാൽ എന്ന് പറയുമ്പോഴും പ്രവർത്തിച്ചാൽ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം? വളരെ വിശാലമായ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കുറേ നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരുപാട് ഞാൻ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും. പക്ഷെ നിരവധി സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ട്
അള്ളാഹു സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കുറെ ചെയ്തു എന്നതല്ല വിഷയം. ആ ചെയ്തത് അള്ളാഹുവിന്റെ അടുക്കലേക്ക്, പരലോകത്തേക്ക് എത്തുന്നുണ്ടോ, അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് അതിപ്രധാനം. ഏതുപോലെ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി പറയാണ്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇനി പരീക്ഷാ ഹാളിൽ വന്നിട്ട് ബസ്സും കയറി ടിക്കറ്റിന് പൈസ കൊടുത്ത് വെറുതെ കുറെ സമയം ചെലവഴിച്ച് വന്നിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അത്രയും ഉറപ്പുണ്ട് ഞാൻ എഴുതിയാൽ പാസ്സാവും, ഞാൻ അത്രയും നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? എന്നാ പരീക്ഷ എഴുതണ്ട, നീ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ് അവനോട് മാറി നിൽക്കാൻ പറയില്ല. നീ പഠിച്ചത് നമുക്ക് ബോധ്യമാകുന്നത് നീ ഹാളിൽ വന്ന് പേപ്പറും വാങ്ങി നിന്റെ പേന കൊണ്ട് എഴുതി ഫലിപ്പിക്കുമ്പോഴാണ് നീ പഠിച്ചതായിട്ട് നമ്മുടെ കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നായിരിക്കും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയോട് ഏതൊരു അധ്യാപകനും പറയാം. എന്ന പോലെ നമ്മൾ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ വിചാരണ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ അധികം ആളുകളുടെയും കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഓട്ടയായ പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്ന ഒരവസ്ഥ പോലെയായിരിക്കും. കുറേ ഒഴിക്കുന്നുണ്ടാവും, പക്ഷെ ഒഴിച്ചതെല്ലാം താഴോട്ടാണ് പോകുന്നത്. യാതൊരു ഉപകാരവും അതുകൊണ്ട് കിട്ടുന്നില്ല. ഈ കോലത്തിലാണ് നമ്മിൽ വലിയൊരു ശതമാനം ആളുകളുടെയും കർമ്മങ്ങളുടെ ഒരു അവസ്ഥ. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വിഷയം. അതിൽ ഏറ്റവും സുപ്രധാനമായ നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. കുറെ അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്തു, മറുഭാഗത്ത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം നന്മകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ച ഈ റമദാനിൽ പോലും തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് തെളിയിക്കാൻ വേണ്ടി യുദ്ധഭൂമിയിൽ പടപൊരുതിയ അതേ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതിലൂടെ ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ പാപമായ ശിർക്കിലേക്ക് ചെന്നു പതിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ആ ശിർക്ക് ചെയ്യുന്നതിലൂടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞ് പാളീസായി പോകുന്ന ഒരവസ്ഥ. ലൈൻ നശ്റക്ത ലയഹ്ബതന്ന അമലുക്. ശിർക്ക് ചെയ്താൽ നബിയെ അള്ളാന്റെ റസൂലിനോട് പോലും പറഞ്ഞു, എല്ലാ കർമ്മങ്ങളും നശിച്ചു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, വലിയ നഷ്ടക്കാരികളിൽ നീ ഉൾപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നശിച്ചു പോകുമെന്നാണ്. ബദരീങ്ങളോട് പ്രാർത്ഥിക്കണം, അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം നടന്നത് എന്ന് വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ ഈ റമളാൻ മാസത്തിൽ അവനെടുത്ത നോമ്പും, അവൻ ഓതിയ ഖുർആൻ പാരായണവും, അവനെടുത്ത ദിക്റും, അവൻ നിർവഹിച്ച നമസ്കാരവും, അവൻ കൊടുത്ത ദാനധർമ്മവും എല്ലാം അത് വട്ടപൂജ്യമാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കർമ്മങ്ങളെ ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ലോകമാന്യത, റിയാ. എല്ലാവരും റമളാൻ മാസത്തിൽ നന്നാവുന്നു, ഇനി ഞാൻ മാത്രം നന്നായിട്ടില്ലെങ്കിൽ മോശമല്ല, വീട്ടുകാരെന്ത് പറയും, എൻ്റെ കൂടെയുള്ളവരെന്ത് പറയും, എൻ്റെ അധ്യാപകരെന്ത് പറയും എന്ന് കരുതിയിട്ട് എല്ലാവരും പോലെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കൂട്ടം കൂടിയായിട്ട് പള്ളിയിൽ വരും, ഖുർആൻ ഓതും. മറ്റവൻ ഓതുന്ന കണ്ടിട്ടാണ് ഇവന് ഓതാൻ തോന്നുക, മറ്റുള്ളവന് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് തനിക്കും പള്ളിയിൽ പോകാൻ തോന്നുക. ഇങ്ങനെ വേറെ ആളുകൾ ചെയ്യുന്നത് നോക്കിയിട്ട് മറ്റുള്ള ചിലരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ ആ നന്മക്ക് യാതൊരു ഫലവുമില്ല എന്നതാണ്, അത് നശിച്ചു പോകുമെന്നാണ്. അപ്പോൾ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റൂല, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ആ നന്മകളാകുന്ന ആ കവറിൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ തന്നെ നന്മകൾ നഷ്ടപ്പെടുത്തുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് ഹറാം. സമ്പാദ്യത്തിൽ ഹറാമ് കടന്നു വരിക. ഇപ്പോഴും റമളാൻ മാസത്തിൽ അങ്ങനെയുള്ള എത്ര മനുഷ്യന്മാരുണ്ടാവും? പലിശയിലൂടെയാണ് ജീവിക്കുന്നത്, തന്റെ വാഹനം പലിശയാണ്, വീട് പലിശയാണ്, സമ്പാദ്യം മുഴുവനും ഹറാമാണ്. അള്ളാഹു ഇഷ്ടപ്പെടാതെ മറ്റുള്ളവരെ വെട്ടിച്ചും ആ രൂപത്തിൽ അവരുടെ സമ്പത്തിനെ കവർന്നെടുത്തുകൊണ്ട് അന്യായമായി അവരുടെ സമ്പത്തിനെ തിന്നുകൊണ്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. അത്തരം ആളുകളുടെ കർമ്മങ്ങൾ നശിച്ചു പോകും, പ്രാർത്ഥന വരെ സ്വീകരിക്കില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എങ്ങനെയാണ് ഉത്തരം കിട്ടുക? അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്, അവന്റെ ജീവിതം മൊത്തം ഹറാമാണ്, പിന്നെ എങ്ങനെ റബ്ബ് സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരാളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഹറാമിലൂടെ കലർന്ന ജീവിതമാണെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ എത്ര ആരാധന ചെയ്താലും നശിച്ചു പോകുമെന്നാണ്, അത് ഉപകാരത്തിന് കിട്ടൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മുസ്ലിം സഹോദരനോട് 3 ദിവസത്തിലധികം പിരിഞ്ഞു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, 3 ദിവസത്തിലധികം തന്റെ മുസ്ലിം സഹോദരനുമായിട്ട് പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിന്നാൽ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ അള്ളാഹു പറയും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ, അവർ പരസ്പരം 2 പേര് ഇണങ്ങി ചേരുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ നിങ്ങൾ മാറ്റിവെക്കൂ, എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമെന്നാണ്. അപ്പൊ ആ രൂപത്തിലും പലരുടെയും കർമ്മങ്ങൾ നശിച്ചു പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഷണിയും പരദൂഷണവും ഗീബത്തും നമീമത്തും പറഞ്ഞ് മറ്റുള്ള ആളുകളെ കുറിച്ച് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ പാപ്പരാണെന്നാണ്. പരലോകത്ത് വരുന്ന ഏറ്റവും വലിയ മുഫ്ലിസ് ആരാണെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് പാപ്പരൻ എന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹം ഇല്ലാത്ത സാധുവായ മിസ്കീനായ പാവപ്പെട്ട ഫക്കീറായ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പരലോകത്തേക്ക് കുറേ കർമ്മങ്ങളുമായിട്ട് കടന്നു വരും, പക്ഷേ അവൻ മറ്റുള്ള ആളുകളെ ദ്രോഹിച്ചതിന്റെ ഫലമായി അവരെക്കുറിച്ച് പലതും ഗീബത്തും നമീമത്തുമായി പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു അവന്റെ നന്മകളെയെല്ലാം ആരെക്കുറിച്ചിട്ടാണോ അവൻ ഇതൊക്കെ പറഞ്ഞു നടന്നത് അവനക്ക് എടുത്തു കൊടുക്കുമെന്നാണ്. അവസാനം ഇവനിൽ നന്മയായിട്ട് ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് അവനെ നരകത്തിലേക്ക് കൊണ്ടിടുമെന്നാണ്. അപ്പൊ ഈ നിലക്കും പല ആളുകളുടെയും കർമ്മങ്ങൾ നശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർമ്മങ്ങൾ നശിച്ചു പോകുന്ന മറ്റൊരു കാര്യമാണ് കേവലം ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ മാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കർമ്മങ്ങൾ ശേഖരിച്ച് അവസാനം ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനോടും സലാം പറയുന്ന ഒരു സ്വഭാവം. സാധാരണ ഷോപ്പിലൊക്കെ പ്രത്യേകമായ സീസണിൽ ഓഫറുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ആ ഓഫർ പോവും. എന്ന പോലെ ആ ഒരു റമദാൻ മാസം പോലെയുള്ള ചില പ്രത്യേക മാസങ്ങളിൽ മാത്രം എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് കരുതി പലതും ചെയ്തു കൂട്ടി ആ റമദാൻ കഴിഞ്ഞതോടുകൂടി സാധാരണ ഓഫറുകൾ ഇല്ലാതായി പോകുന്നത് പോലെ ഇവന്റെ എല്ലാ കർമ്മവും ഇല്ലാതായി പോവാണ്. പിന്നെ നിസ്കാരമില്ല, പിന്നെ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ല, പള്ളിയുമായിട്ട് ഒരു അടുപ്പമില്ല, സദക്കയെ കുറിച്ച് ഒരു ചിന്ത തന്നെയില്ല, ഒരു നന്മയും ചെയ്യൂല. ഇനി എന്തും ചെയ്യാനുള്ള കവാടം തുറന്നു കിട്ടി എന്ന് റമദാൻ കഴിയുമ്പോഴേക്കും അവൻ ചിന്തിച്ചു പോവാണ്. ഇതാണ് നമ്മിൽ അധികം ആളുകളുടെയും അവസ്ഥ. ഇന്ന് ഈ പള്ളിയിൽ വന്ന് ഖുത്ബ കേൾക്കാൻ വരുന്ന സമയത്ത് തന്നെ നമ്മിൽ അധികം ആളുകൾക്ക് അറിയാം, ഇന്ന് മിക്കവാറും ഉസ്താദ് ഖത്തീബ് എന്ന വിഷയം പറയും, റമദാനിൽ ചെയ്ത നന്മകൾ നശിപ്പിക്കരുതേ എന്നത് പറയും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന ഒരു മൈൻഡിലായിരിക്കും ചിലപ്പോൾ അധികം ആളുകളും വരുന്നത് തന്നെ. സഹോദരന്മാരെ, ഈ റമദാനിലെങ്കിലും നമുക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? എത്ര കാലമായി റമദാൻ കിട്ടുന്നു, എത്ര റമദാനുകളെയാണ് നമ്മൾ ഈ രൂപത്തിൽ അവഗണിച്ച് തള്ളിക്കളഞ്ഞത്. ഒന്ന് മാറിക്കൂടെ നമുക്ക്? ദുനിയാവിന്റെ കാര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്, ഒന്ന് മാറി ചിന്തിച്ചൂടെ സഹോദരന്മാരെ? നമുക്ക് എത്ര മനുഷ്യന്മാരാണ് റമദാനിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വലാ തകൂനു ഖല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കത്തൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പ്രത്യേകതയായി പറയുന്നത്, കുറേ സമയമെടുത്ത് കഷ്ടപ്പെട്ട് കയറ് പിരിച്ചുണ്ടാക്കിയതിന് ശേഷം, നൂൽ നോറ്റതിന് ശേഷം ആ ചെയ്ത പണിയെ ഫലശൂന്യമാക്കി കളയുന്ന, ആ കഷ്ടപ്പെട്ട് നെയ്ത നൂലിനെ, ആ കയറിനെ അതിന്റെ പിരിവുടച്ച് കളയുന്ന, ചെയ്ത പണിയെ ബാത്തിലാക്കുന്ന ഒരു ബുദ്ധിയില്ലാത്ത ഒരു വിവരം കെട്ട ഒരു പെണ്ണ്. ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മളൊക്കെ കേട്ട ഒരു കഥയുണ്ട്, നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തന്റെ കഥ. എന്താണ് ആ ഭ്രാന്തൻ ചെയ്യുന്നത്? കുറെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് ശരീരത്തെ ക്ഷീണിപ്പിച്ച് മുകളിലേക്ക് പാറ കൊണ്ടുപോയി ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയി അവസാനം മുകളിലെത്തിയതിന് ശേഷം അതിനെ താഴോട്ട് ഉരുട്ടി അത് കണ്ട് ആ ഒരു രംഗം കണ്ട് സന്തോഷിക്കുന്ന, ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന ഒരു ഭ്രാന്തന്റെ കഥ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. ചെയ്ത പണിയെ ബാത്തിലാക്കുന്ന സ്വഭാവം, അതിനാണ് ഇത് പറയുന്നത്. ഇതേപോലെയാണ് നമ്മിൽ വലിയൊരു ശതമാനം ആളുകളുടെ അവസ്ഥ. ഇനി എത്ര ക്ലാസ് കേട്ടാലും നമ്മിൽ അധികം ആളുകളും ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി ഇതാണ്. റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം മാറ്റിവെക്കാണ്, ആഗ്രഹിച്ചു പോവാണ്. പടച്ചോനെ, ഇതിന് വല്ല ഒരു മെഡിസിൻ ഉണ്ടായിരുന്നെങ്കിൽ, വല്ല ടാബ്ലറ്റും കഴിച്ചാൽ ഈ മനുഷ്യന്മാർക്കൊക്കെ മാറി ചിന്തിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ, റമദാനിൽ നിലനിർത്തിയ ആ തഖ്വ നിലനിർത്താൻ വല്ല ടാബ്ലറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നല്ല മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രയും ഭാഗ്യം കെട്ടവരായിട്ട് ഈ മനുഷ്യന്മാർ മാറുന്ന വല്ലാത്ത ഒരു ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ റമദാൻ കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹതഭാഗ്യരായ
ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും മനസ്സിലായിട്ടും എന്നിട്ടും പടച്ചോനെ മറന്നിട്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ യാതൊരു ബോധമില്ലാത്ത രൂപത്തിൽ കർമ്മങ്ങൾ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ റമദാനിൽ മാത്രം അതിനെ പരിമിതപ്പെടുത്തി നഷ്ടക്കാരികളായി പോകുന്ന ആ വിഭാഗത്തിൽ നിന്ന് റഹ്മാനായ റബ്ബു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിലൂടെയെങ്കിലും ഇത് കഴിയുമ്പോഴേക്കെങ്കിലും ജീവിതത്തിൽ ചില മാറ്റങ്ങളെങ്കിലും വരുത്തുന്ന ആ റമദാനിനെ ശരിയായ രൂപത്തിൽ മരണം വരെ ഉപകരിക്കുന്ന രൂപത്തിൽ റമദാനിനെ സ്വീകരിച്ച ആ റമദാനിനെ ധന്യമാക്കിയ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രബോധകന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ മരണം വരെ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്ന ശത്രുക്കളുടെ പ്രയാസങ്ങൾക്ക്, അക്രമങ്ങൾക്ക് ഇരയാകുന്ന ആ പാവങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം പ്രയാസത്തിൽ നിന്ന് കരകയറുവാനും അവർക്കെതിരെ നീങ്ങാനുള്ള സാഹചര്യങ്ങൾ, ആ രൂപത്തിൽ വിജയം കൈവരിക്കാനുള്ള, സമാധാനമടയാനുള്ള സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.